അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത. എവിടെയാക്കി വെച്ചു? ഇരുട്ടിൽ തീരേണ്ട സ്ഥാനത്ത് തീരാതെ വണ്ണം പുത്രന്റെ തീരാത്ത രാജ്യത്തിൽ, പുത്രന്റെ രാജ്യത്തിൽ, പുത്രന്റെ രാജ്യത്തിൽ എന്നെ നിങ്ങളെ ആക്കി വെച്ചു. ഹല്ലേലൂയ! ആക്കി വെച്ചു. തൊടാൻ പറ്റത്തില്ല കേട്ടോ, മാറ്റാൻ പറ്റത്തില്ല കേട്ടോ, തിരുത്താൻ പറ്റത്തില്ല കേട്ടോ. ഇന്ന് പകൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ലോകത്തിലെ മുഴുവൻ ശക്തികളും എഴുന്നേറ്റാലും പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ച ആ അനുഭവത്തിന് മാറ്റം വരുത്തുവാൻ കഴിയത്തില്ലെന്ന് ഉറപ്പ് പ്രാപിച്ചവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തില്. ഹല്ലേലൂയ! അങ്ങനെയൊക്കെ പാട്ടുണ്ട്, പാടാൻ സമയമില്ല. സ്തോത്രം. ഇനിയൊക്കെ നിങ്ങൾ ആ പാട്ടൊക്കെ പാടുമ്പോഴുണ്ടല്ലോ സ്തോത്രം, ഒന്ന് ധ്യാനിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ സുവിശേഷം റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കാം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അതെന്താ പറഞ്ഞേ? ദൈവശക്തിയാണ്. സുവിശേഷത്തിന്റെ ശക്തി is equal to the power of God. ദൈവശക്തി. മനസ്സിലായോ? ആ സുവിശേഷമാണ് എൻ്റെ നിങ്ങളുടെ നാവിൽ തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇനി പറയാൻ ധൈര്യമല്ലേ? സ്തോത്രം. 2023 നമ്മൾ സുവിശേഷത്തിനും പ്രചരിപ്പിക്കുക, നമ്മൾ സ്തോത്രം പ്രസിദ്ധപ്പെടുത്തുക. കാരണം ഇതുപോലെ സുവിശേഷം വരുത്തിയ മാറ്റം മറ്റുള്ളവർക്കും വേണം. നമ്മൾ സെൽഫിഷ് ആകരുതല്ലോ. സ്തോത്രം. സെൽഫിഷ് ആകരുതല്ലോ. സെൽഫിഷ് ആയാലത്തെ കുഴപ്പം എന്താണെന്നറിയാമോ? യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാൻ നമ്മളെ കഴിഞ്ഞും ബെറ്റർ ആവും. ഹലോ, യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനോ ഇവിടെ വന്ന് പെട്ടുപോയി. ഈ സുവിശേഷമൊക്കെ പ്രസംഗിക്കുന്നവരവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ഒന്നും ഞാൻ എന്ത് ചെയ്തു? ഗൗനിച്ചില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ യാതനാസ്ഥലത്ത് വന്നു. പക്ഷെ നാട്ടിൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരിങ്ങോട്ട് വരരുത്, അവരിങ്ങോട്ട് വരരുത്. അതുകൊണ്ട് ഈ ലാസറിനെ ഒന്ന് ഉയർപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് വിടണം. യേശു കൊടുത്ത മറുപടി, ഇവിടുന്ന് മരിച്ച ഒരാൾ ചെന്ന് ഉയർത്തെഴുന്നേറ്റ് അവിടെ ചെന്നാലും ആരും വിശ്വസിക്കത്തില്ല. പക്ഷേ അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്. അവർക്ക് ഉപദേശിമാരെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളാണെ പറയുമോ? സത്യം ചങ്കത്ത് കൈവച്ചുകൊണ്ടെന്ന് പറഞ്ഞേ, ഞാനോ യാതനാ സ്ഥലത്ത് വന്നു. അങ്ങനെ സൂഹിക്കണ്ട. കാരണം അവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്കേട്ട ഒത്തിരി പാരവച്ചവന്മാരാ എൻ്റെ സഹോദരങ്ങളെല്ലാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് വരട്ടെ എന്നേ ചിന്തിക്കത്തുള്ളൂ. അങ്ങനെ മറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് സഹോദരം. പക്ഷെ മറിച്ച് ചിന്തിക്കണം. ഹല്ലേലൂയ!